വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവ്. സുപ്രീം കോടതി വിധി നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. അതായത് ജഡ്ജിമാർ രാജ്യദ്രോഹികളാണ്, രാജ്യത്തോട് സ്നേഹമില്ലാത്തവരാണ്, തനിക്ക് പരമാധികാരമുണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ അവിടെ വലിയ യുദ്ധം ജുഡീഷ്യറിയുമായി ട്രംപ് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. അനിതസാധാരണമായ വിഷയങ്ങളിലൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത്. ജനങ്ങൾക്ക് ആരോടാണ് ആഭിമുഖ്യം എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. ആ ട്രംപാണ് ഇപ്പോൾ ജുഡീഷ്യറിയോട് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്, ലോകരാജ്യങ്ങളോട് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ട്രംപിന് വലിയ തോതിലുള്ള വെല്ലുവിളികൾ അവിടെ ഉയരുന്നു എന്നുള്ളതാണ്. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇന്നലെയാണ് സുപ്രീം കോടതിയുടെ, അവിടുത്തെ പരമോന്നത കോടതിയുടെ വിധി വരികയും ട്രംപിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തതും മറ്റും. ഇപ്പോൾ അതിനെ ഗൗനിക്കുന്നില്ല ഒട്ടും. തൻ്റെ സ്ഥിരം സ്വഭാവം അങ്ങനെ തന്നെയാണ്, ഒരാളെയും ഗൗനിക്കാതെ തൻ്റെതായ തീരുമാനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. പക്ഷേ മറ്റുള്ളവരെ ഗൗനിക്കാത്തതുപോലെ അവിടുത്തെ സുപ്രീം കോടതിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. നിയമപരമായ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായ ഉള്ള രാജ്യത്ത് ഇങ്ങനെ ട്രംപ് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? രഞ്ജിത്ത്, തീരുവ ഭീകരത കൊണ്ട് ലോകത്തെ ആകമാനം ഭയപ്പെടുത്തിയ ട്രംപിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം US സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം, ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ, ഈ തീരുവ വർധന പോലുള്ള അധിക ചുങ്കം പോലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ US കോൺഗ്രസിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. അത്തരത്തിലൊരു നടപടി പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ 12 അമേരിക്കൻ സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറുകിട ബിസിനസ്സുകാരും ഉൾപ്പെടെ അതിൽ ഒരു കൂട്ടം ആളുകളുമാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. അവർ ഈ ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയത് ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള വസ്തുക്കൾ എത്തിക്കൊണ്ടിരുന്നത് ഈ തീരുവ കാരണം അങ്ങനെ രാജ്യത്തേക്ക് എത്താതാകുന്നു. അമേരിക്കയുടെ ക്രമാനുഗതമായ വളർച്ച, പ്രത്യേകിച്ച് ജനങ്ങളുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, ഫുൾഫിൽ ചെയ്യുന്നതിന് അനുഗുണമായ തരത്തിലല്ല ഈ തീരുവ വർധന എന്നതാണ് പ്രധാനമായും ചെറുകിട ബിസിനസ്സുകാർ ചൂണ്ടിക്കാട്ടിയത്. ഈ തീരുവ, ഇരട്ട ചുങ്കം, അതുപോലുള്ള ഏറ്റവും കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോയപ്പോൾ തന്നെ അവിടെ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരിൽ ഒരു വിഭാഗം ശക്തമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തന്നെയാണിത്. അതായത് അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ്സിനെ ബാധിക്കുന്ന തരത്തിലേക്ക്, അവിടുത്തെ ചെറുകിട വ്യവസായികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ നടപടി മാറും എന്നത് അമേരിക്കയിൽ തന്നെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ US സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. 9 ജഡ്ജിമാരിൽ 6 പേർ ഈ അധിക ചുങ്കത്തെ തള്ളിക്കൊണ്ടുള്ള വിധിയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അവിടെയാണ് ട്രംപിന് ഹാലിളകുന്നത്. നമുക്കറിയാം രഞ്ജിത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏത് സമയവും ഇറാനെ അമേരിക്ക ആക്രമിക്കും. അങ്ങനെ ഒരു യുദ്ധമുഖത്തേക്ക് അമേരിക്ക നീങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിധി അവർക്ക് തന്നെ തിരിച്ചടിയായി വരുന്നത്. അതും രാജ്യത്തിനകത്തെ ഒരു നിയമ സംവിധാനം. ഇപ്പോൾ ട്രംപും നീതിന്യായ വ്യവസ്ഥയും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോകുന്നു. നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ സുപ്രധാനമായി പരിശോധിക്കേണ്ടത്, ഇനി ഇന്ത്യയുമായുള്ള കാര്യത്തിൽ എങ്ങനെയായിരിക്കും നടപടികൾ മുന്നോട്ട് പോവുക എന്നതാണ്. നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് അധിക ചുങ്കം ട്രംപ് ഏർപ്പെടുത്തിയത്. 50% വരെ തീരുവ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങളെത്തിയത്. പിന്നീട് അത് 18% ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു. ഏപ്രിലോടുകൂടി മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. എങ്കിൽ തന്നെയും ഇത് ഇന്ത്യ, ബ്രസീൽ, കാനഡ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ചുങ്കം നേരത്തെ തന്നെ ട്രംപ് ചുമത്തിയിരുന്നൊരു സാഹചര്യമുണ്ട്. 50% വരെയൊക്കെയാണ് ബ്രസീലിനും ഈ തരത്തിൽ നികുതി ഏർപ്പെടുത്തിയിരുന്നത്. അതോടുകൂടി സുഗന്ധവ്യഞ്ജനങ്ങളടക്കം മത്സ്യവിഭവങ്ങളടക്കം അമേരിക്കയിലേക്ക് കയറ്റിവിടുന്നതിന് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. തുണിത്തരങ്ങളുടെ കാര്യത്തിലാകട്ടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ കയറ്റുമതിക്കുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇന്ത്യക്ക് അധിക തീരുവ വന്നതോടുകൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 18% എന്നതിലേക്ക് ചർച്ചകൾ എത്തിയിരിക്കുന്നു. 2 ദിവസം കൂടി കഴിയുമ്പോൾ 24-ന് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഈ കരാറുമായി, പുതിയ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് US പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ യാത്ര ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടുകൂടി അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏപ്രിലിൽ ഈ കരാർ പ്രാബല്യത്തിൽ വരിക. 18% എന്നത് ഈ കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് 18% നികുതി എന്നതിൽ ധാരണയായി
തന്നെയായിരുന്നു. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ ഇന്ത്യക്ക് ഈ ഒരു കോടതി വിധി കൊണ്ട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ മാറിക്കിട്ടുമോ എന്നതാണ് ഇപ്പോൾ ഇന്ത്യ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിലാണ്. അത് വെനസ്വേലൻ എണ്ണ വാങ്ങണം എന്ന ഒരു നിർദ്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നു. അത് ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള ഇന്ധനത്തിൻ്റെ വാങ്ങൽ അത് കുറച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. തീർച്ചയായും അത് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടി സംഭവിക്കുന്നു. ജുഡീഷ്യറിയുമായി വലിയ പോരാട്ടത്തിലേക്ക് ട്രംപ് പോകുന്ന പശ്ചാത്തലമാണ്. നമുക്കിതിൻ്റെ നാൾ വഴികളിലേക്കൊന്ന് പോയാൽ ഏപ്രിൽ 2, 2025 ട്രംപ് US-ലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. ഇതിന് പുറമെ ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയൻ 20%, ഇന്ത്യക്ക് 27%, ജപ്പാൻ 24%, ദക്ഷിണ കൊറിയയ്ക്ക് 26%, വിയറ്റ്നാമിന് 46%. അങ്ങനെ 60 രാജ്യങ്ങൾക്കാണ് അധിക ചുങ്കം നിരക്കുകൾ ചുമത്തുന്നത്. ഏപ്രിൽ 5 മുതലും ഉയർന്ന തീരുവകൾ ഏപ്രിൽ 9 മുതലും പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് ഏപ്രിൽ 2 പ്രഖ്യാപിക്കുന്ന ഒരു അസാധാരണമായ സാഹചര്യം സംഭവിക്കുകയാണ്. അങ്ങനെ പല തോതിലുള്ള ചൈന US ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം 84% അതേ ദിവസം തന്നെ. അങ്ങനെ വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് ട്രംപ് പോവുകയാണ്. ഉടനെ ട്രംപ് 125% ചൈനയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾക്ക്. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഓരോ രാജ്യങ്ങളുമായി വലിയ യുദ്ധത്തിലേക്ക് ട്രംപ് പോകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. പ്രധാനമായും ചൈനയോടും ഇന്ത്യയോടും മറ്റുമായിരുന്നു ട്രംപിൻ്റെ പോര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ എങ്ങും എത്തിയില്ല. വ്യാപാര ചർച്ചകൾ എങ്ങും എത്തിയില്ലെങ്കിൽ 50% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക്, വ്യാപാര യുദ്ധത്തിലേക്ക് ട്രംപ് പല രാജ്യങ്ങളുമായി പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നാട്ടിനുള്ളിൽ നിന്ന് തന്നെ, അമേരിക്കയുള്ളിൽ നിന്ന് തന്നെ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് എന്നത് പ്രധാനമാണ്. ഇത് വിനോദ്, ഈ വാദങ്ങൾ കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ നമുക്കറിയാം ഇതിന് മുൻപുള്ള ഭരണകൂടങ്ങളൊക്കെ ലോകരാജ്യങ്ങളുമായി രമ്യതയിൽ പോകാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള തരത്തിലായിരുന്നു മുന്നോട്ട് പോയത് നേരത്തെയുള്ള ഭരണകൂടങ്ങൾ. ഇവിടെ അമേരിക്കയ്ക്ക് വരുമാനം കൂടും, തങ്ങളുടെ GDP-യുമായി ബന്ധപ്പെട്ട വലിയ വ്യത്യാസമുണ്ടാകും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ കാര്യങ്ങൾ ട്രംപ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അതൊക്കെയായിരുന്നല്ലോ ട്രംപിൻ്റെ ന്യായവാദങ്ങൾ. ഒപ്പം അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ചുങ്കം ചുമത്തുന്നു എന്നതും മറ്റുമായിരുന്നു വാദം. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത് പ്രസിഡന്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരമുണ്ടോ എന്നുള്ളതാണ്. അതില്ല എന്ന് അസന്നിഗ്ധമായി കോടതി ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമാണ്. വീണ്ടും 1977 മറ്റൊരു നിയമമെടുത്ത് ട്രംപ് വീണ്ടും കളിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ നിയമയുദ്ധത്തിലേക്ക് ഇത് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധിയിലേക്കും മറ്റും ആ രാജ്യം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 150 ദിവസത്തേക്കാണ് 10% അധിക ചുങ്കം എന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെയാണ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ 10% അധിക ചുങ്കം അത് എല്ലാ രാജ്യങ്ങൾക്ക് മേലും ചുമത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ നടപടി. അതായത് ഈ വിധി അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ട്രംപിൻ്റെ പരാമർശങ്ങൾ തന്നെ വളരെ ശ്രദ്ധേയമാണ്. രാജ്യസ്നേഹമില്ലാത്തവരാണ് ഈ വിധി പറഞ്ഞവർ, ഭരണഘടനയോട് കൂറില്ലാത്തവരാണ്, താനാണ് ഈ രാജ്യത്തെ പരമാധികാരി എന്ന തരത്തിൽ അമിത ദേശീയവാദം ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവന ഈ വിധിക്ക് പിന്നാലെ ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ഈ കോടതി നിരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത് നേരത്തെ തന്നെ അവിടെ അമേരിക്കയിലുള്ള ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ അധിക ചുങ്കം പോകും എന്നത് തന്നെയാണ്. സ്വാഭാവികമാണ്. അത് ഈ കാലങ്ങളായി ഒരേ രീതിയിൽ വാണിജ്യപരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാകും. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്താതാകും. അത് വാങ്ങി ഉപയോഗിച്ചിരുന്ന ആളുകളിലേക്ക് അത് എത്താതാകും. അതൊക്കെ തന്നെ അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും പറയുന്നു, ഇന്ത്യയെ സംബന്ധിച്ച് ഈ 18% എന്നത് നേരത്തെ തന്നെ ധാരണയായി കഴിഞ്ഞു. അത് വെനസ്വേലൻ എണ്ണ കൂടുതലായി വാങ്ങാമെന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കമുണ്ടാകുന്നത്. രഞ്ജിത്തും മാത്രമല്ല, ഇന്ത്യയും ചില ബദൽ വഴികൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അമേരിക്ക ഈ അമിത ചുങ്കമായി പോയപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു കൂടുതൽ വാണിജ്യ കരാറുകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ബ്രിട്ടനുമായി ആ തരത്തിൽ 0% നികുതിയിൽ എന്ന തരത്തിൽ ഏറ്റവും വിപ്ലവകരമായ ഒരു നീക്കം തന്നെ നടത്തി. റഫാൽ വിമാനങ്ങളുടെ കാര്യത്തിൽ പ്രതിരോധ മേഖലയിൽ അടക്കം ഫ്രാൻസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലേക്ക് ഇന്ത്യ പോകുന്ന
നില, അതായത് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വാണിജ്യം വർദ്ധിപ്പിക്കുന്ന ആ തരത്തിൽ അത് വികസിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിധി വരുമ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഏർപ്പെടുത്തിയ ഒരു നിരോധന നിർദ്ദേശമുണ്ട്. അത് മറികടക്കാൻ കഴിയുമോ എന്നതാണ്. കാരണം ഈ നികുതി അമിതമായി നികുതി ചുമത്തിയത് ശരിയല്ല, അത് രാജ്യതാൽപര്യത്തിനെതിരാണെന്ന് അമേരിക്കയുടെ സുപ്രീം കോടതി പറയുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇത്ര 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് സ്വാഭാവികമായും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇന്ധനം ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഇവിടുത്തെ റിഫൈനറീസിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് പ്യൂരിഫൈ ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കുറേ മാറ്റം വരുത്തേണ്ടി വരും. അതൊക്കെ തന്നെ ഭാരിച്ച സാമ്പത്തിക ചിലവിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ എണ്ണ കമ്പനികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ തീർച്ചയായും അതായത് ഇതുവരെ 60ഓളം രാജ്യങ്ങൾക്കാണ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. ഇതുവരെ US ട്രഷറിയിലേക്ക് 17,500 കോടി ഡോളർ ഈ ചുങ്കമായി പല രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. സ്ഥിരീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഗതാഗത വകുപ്പിനും നീതിന്യായ വകുപ്പിനും ബജറ്റിൽ വകയിരുത്തിയ ആകെ തുകയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. 17,500 കോടി ഡോളറാണ് ഇതിനകം ഈ പകരച്ചുങ്കത്തിലൂടെ അമേരിക്കൻ ട്രഷറിയിലേക്ക് വന്നത്. 3 ലക്ഷം കോടി ഡോളർ 10 വർഷം കൊണ്ട് അമേരിക്കയുടെ ഖജനാവിലേക്ക് വരും എന്നാണ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിനോദ്. അതായത് ഇതുവരെ വാങ്ങിയ ഈ തുകയുണ്ടല്ലോ, പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ തുക ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങൾ മടക്കി ചോദിച്ചേക്കാം. ഈ തുക ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മടക്കി നൽകേണ്ടി വന്നേക്കാം എന്നുള്ള വിവരം കൂടിയുണ്ട്. അതായത് അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് പോലും അമേരിക്ക പോകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക ഏജൻസികൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് സുപ്രീം കോടതി പോലെ ഒരു പരമോന്നത കോടതിയുടെ വിധി വരുമ്പോൾ അത് മടക്കി നൽകാനുള്ള ബാധ്യതയും അമേരിക്കയ്ക്ക് വരികയാണ്. രഞ്ജിത്ത്, ഇതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് പരിശോധിക്കാം. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാലങ്ങളായി അമേരിക്കയുമായി വാണിജ്യ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ കയറ്റുമതി നടന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് ട്രംപ് ഇരട്ട തീരുവ ചുമത്തുന്നതോടുകൂടി അല്ലെങ്കിൽ അമിതമായി തീരുവ ചുമത്തുന്നതോടുകൂടി ആ വാണിജ്യ ബന്ധം പരിപൂർണമായി നിർത്താൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്കല്ല, മറിച്ച് കാരണം അവിടെയാണ് വിപണി ഉള്ളത്. അതുകൊണ്ട് ഈ കയറ്റുമതി അതേപടി തുടരേണ്ടി വരും. മറ്റ് വിപണികൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും കാനഡയ്ക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റിടങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര വിപണിയിൽ ഇത്തരം സാധനങ്ങൾ കൂടുതൽ എത്തിക്കുകയും ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. അതിനൊരു സമയമെടുക്കും. ട്രംപ് കണക്ക് കൂട്ടുന്നത് പോലെ ക്രമാനുഗതമായി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ട നികുതിയിലൂടെ അല്ലെങ്കിൽ അമിത ചുങ്കത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക അമേരിക്കയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഈ കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ മറ്റ് രാജ്യങ്ങൾ അമിത ചുങ്കം അംഗീകരിക്കുകയും ആ തുക നൽകുകയും ചെയ്യും. പക്ഷേ ക്രമാനുഗതമായി അമേരിക്കയിലേക്ക് ഈ പണം എത്താതാകും. അങ്ങനെ ഈ ഭീകരമായ തുക നികുതിയായി നേടാമെന്ന ട്രംപിൻ്റെ ആഗ്രഹം നടപ്പാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രഞ്ജിത്ത്. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇതിലെ ഹർജിക്കാർ ആര് എന്നതാണ്. അവിടുത്തെ ഇടത്തരം സംരംഭകരാണ്, ബിസിനസ്സുകാരാണ്. അവരെ സംബന്ധിച്ച് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ജനവിഭാഗത്തിന് സാധനങ്ങൾ എത്തിക്കുക, പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലെ ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കാത്ത വലിയൊരു ജനവിഭാഗമുണ്ട്. കുടിയേറ്റ ജനതയുണ്ട്. ഇന്ത്യൻ ജനത തന്നെ വലിയൊരു ശതമാനമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആൾക്കാരുണ്ട്. അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒഴുക്ക് നിലയ്ക്കുന്നതോടുകൂടി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകരുന്ന നിലയുണ്ടാകും. ഈ ഒരു അപകടം US സുപ്രീം കോടതി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജഡ്ജിമാരും ട്രംപിൻ്റെ ഈ തലതിരിഞ്ഞ പരിഷ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയെ സംബന്ധിച്ച് മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കും. ഒരുപക്ഷെ ഒരു ഗൾഫ് രാജ്യമായി മാത്രം ഈ യുദ്ധം നേരിടുന്ന സ്ഥിതിയായിരിക്കില്ല. മിഡിൽ ഈസ്റ്റ് ഒന്നാകെ അല്ലെങ്കിൽ വലിയൊരു തോതിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുന്നൊരു നിലയുണ്ടാകും. അമേരിക്കൻ പടക്കപ്പലുകൾ, എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള പടക്കപ്പലുകൾ മുക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല, ഇറാനോട് കൈകോർക്കുന്നത് റഷ്യയാണ്. റഷ്യയും ഇറാനുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം
ഹോർമുസ് കടലിടുക്കിൽ നടന്നു കഴിഞ്ഞു. ഇറാന്റെ തീരത്ത് അമേരിക്കയും സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. അങ്ങനെ ലോകം ആകാം അല്ലെങ്കിൽ ആശങ്കയോടെ കാണുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ. തീർച്ചയായും ഏതായാലും ട്രംപിന് വലിയ തിരിച്ചടി. ലോക നേതാവെന്ന് ഭാവിച്ച അമേരിക്കയിലെ അവസാന വാക്ക് തനിക്ക് എന്ന് പറഞ്ഞ് എല്ലാ ഹുങ്കും കാണിച്ച ട്രംപ് ഇതാ ഇപ്പോൾ വീണതല്ലോ കിടക്കുന്നു എന്ന രീതിയിൽ ചുങ്കവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന പശ്ചാത്തലമാണ്.